പശ്ചിമബംഗാൾ ഗവർണർ സ്ഥാനത്ത് നിന്നുള്ള CV ആനന്ദബോസിന്റെ രാജി കേന്ദ്ര സർക്കാരിന്റെ അതൃപ്തിക്ക് പിന്നാലെയെന്ന സൂചനയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. മമതാ ബാനർജി സർക്കാരുമായി CV ആനന്ദബോസ് കൂടുതൽ അടുത്തതാണ് രാജിയിലേക്ക് വഴിവെച്ചത്. സർക്കാരിനെതിരെ കടുത്ത നിലപാടെടുക്കുന്ന തമിഴ്നാട് ഗവർണർ RN രവിയെ ബംഗാൾ ഗവർണറാക്കിയത് ഇതിന്റെ സൂചനയാണ്. CV ആനന്ദബോസിനെ ദില്ലിയിൽ വിളിച്ചു വരുത്തി അമിത്ഷാ നേരിട്ട് കണ്ടു എന്ന വിവരം കൂടി നമുക്ക് ലഭിക്കുകയാണ്. നോബിൾ മാരിക്കാൻ ഇപ്പോൾ ബംഗാൾ ഭവനിലുണ്ട്, അവിടുന്ന് വിവരങ്ങൾ നൽകും. നോബിൾ, ഇപ്പോൾ CV ആനന്ദബോസും മമതയും തമ്മിലുള്ള വലിയ ഏറ്റുമുട്ടലാണ് നമ്മൾ ആദ്യം കണ്ടിരുന്നത്. പക്ഷേ പിന്നീട് അവർ തമ്മിൽ അടുപ്പമായി എന്നാണോ BJPയുടെ കണ്ടെത്തൽ? ഇപ്പോൾ അമിത്ഷാ നേരിട്ട് വിളിപ്പിച്ച് സംസാരിച്ച ശേഷമാണ് ആനന്ദബോസിനെ മാറ്റിയെന്നാണ്. അത് BJPയുടെയും RSSന്റെയും അതൃപ്തിക്ക് പിന്നാലെ എന്നാണോ അറിയാനാകുന്നത്? സ്മൃതി, CV ആനന്ദബോസ് പശ്ചിമബംഗാൾ ഗവർണർ സ്ഥാനം രാജിവെച്ചത് അപ്രതീക്ഷിതമായിരുന്നു. എന്താണെങ്കിലും ഈ രാജിക്ക് പിന്നിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിന്റെയും BJPയുടെയും അതൃപ്തിയാണ് എന്ന വാർത്ത തന്നെയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. പ്രധാനമായും ആദ്യഘട്ടത്തിൽ ഗവർണർ ആയതിനു പിന്നാലെ പല ഘട്ടങ്ങളിലും മമതാ ബാനർജി സർക്കാരുമായി വലിയ ഏറ്റുമുട്ടലിലേക്ക് ഗവർണർ പോയിരുന്നു. പക്ഷേ ഈ അടുത്ത നാളുകളായി മമതയുമായി കൂടുതൽ അടുക്കുകയാണ് CV ആനന്ദബോസ് ചെയ്തത് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇത് വലിയ അതൃപ്തി സംസ്ഥാനത്തെ BJPക്ക് അകത്ത് ഉണ്ടാക്കിയിരുന്നു. അതിനു പിന്നാലെ സംസ്ഥാന BJPയിൽ പ്രത്യേകിച്ച് സുവേന്ദു അധികാരി നേരിട്ട് കേന്ദ്ര സർക്കാരിനോട് തന്റെ അതൃപ്തി അറിയിക്കുകയും ചെയ്തു. കാരണം പല ഘട്ടങ്ങളിലും മമതാ സർക്കാർ കൊണ്ടുവരുന്ന പല പദ്ധതികളെയും CV ആനന്ദബോസ് അനുകൂലിക്കുന്നു. അതോടൊപ്പം തന്നെ സർക്കാരിന് എതിരായ BJPയുടെ പോരാട്ടങ്ങളെ അവിടെ വലിയ തരത്തിൽ അതിന് മുന്നോടിക്കുന്ന പ്രതികരണങ്ങൾ ഉണ്ടാകും, അത്തരത്തിൽ നീക്കങ്ങൾ ഉണ്ടാകുന്നു. ഇതൊക്കെ വലിയ തരത്തിൽ കേന്ദ്ര സർക്കാരിൽ അതൃപ്തി ഉണ്ടാക്കി എന്ന് അറിയാൻ കഴിഞ്ഞു. ഇന്നിപ്പോൾ പശ്ചിമബംഗാളിൽ രാഷ്ട്രപതി എത്തുന്ന ദിവസമാണ്. ഇന്നലെ ഉച്ചയോടെ CV ആനന്ദബോസ് ആ പരിപാടിയിൽ പങ്കെടുക്കുന്ന കാര്യം അദ്ദേഹത്തെ സമൂഹ മാധ്യമ അക്കൗണ്ടിലടക്കം പങ്കുവച്ചിരുന്നു. അതിന് പിന്നാലെ അദ്ദേഹത്തെ ദില്ലിയിലേക്ക് അടിയന്തരമായി വിളിപ്പിക്കുകയാണ് ചെയ്തത് എന്നാണ് അറിയാൻ കഴിയുന്നത്. ദില്ലിയിൽ എത്തിയ അദ്ദേഹം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൽ അതിനു പിന്നാലെ ബംഗാൾ ഭവനിലാണ് വിവരങ്ങൾ നൽകിയത്. ഗവർണറും സർക്കാരും തമ്മിൽ നല്ല ബന്ധം ഉണ്ടാകുന്നതാണ് കുഴപ്പമെന്നുള്ളതാണ് കേന്ദ്ര സർക്കാരിന്റെ ഒരു നിലപാട്. അതാണ് ഇപ്പോൾ നല്ല പ്രശ്നം തമിഴ്നാട്ടിലുണ്ടാക്കിയ RN രവിയാണ് ഇപ്പോൾ ബംഗാളിലേക്ക് വിട്ടിരിക്കുന്നത്.